ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ജനറേഷനുകൾ. ഇപ്പോൾ ജെൻസി പ്രക്ഷോഭമൊക്കെ കത്തി നിൽക്കുന്ന കാലഘട്ടമാണ്. നേപ്പാളിലെ ജെൻസി പ്രക്ഷോഭം. എന്താണ് ജെൻസി എന്ന് വെച്ചാൽ അതൊരു ജനറേഷനാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ജനിക്കുന്നവരെ ഒരേ ജനറേഷനുകളുണ്ട്. ആ ജനറേഷനുകൾക്ക് പേരുമുണ്ട്. അപ്പോൾ വിവിധ കാലഘട്ടങ്ങൾ നോക്കാം. ലോസ്റ്റ് ജനറേഷൻ 1883 1900 കാലഘട്ടത്തിൽ ജനിച്ചവരെയാണ് ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഗ്രേറ്റസ്റ്റ് ജനറേഷൻ എന്നറിയപ്പെടുന്ന 1901 1927 ഇടയ്ക്ക് ജനിച്ചവരെയാണ് ഗ്രേറ്റസ്റ്റ് ജനറേഷൻ. സൈലൻറ്റ് ജനറേഷൻ എന്നറിയപ്പെടുന്നത് 1928 1945 ഇടയിൽ ജനിച്ചവരാണ് സൈലൻറ്റ് ജനറേഷൻ. ബേബി ബൂമേഴ്സ് എന്നറിയപ്പെടുന്നത് 1946 1964 ഇടയിൽ ജനിച്ചവരാണ് ബേബി ബൂമേഴ്സ്. 1965 1980 ഇടയിൽ ജനിച്ചവരാണ് ജനറേഷൻ എക്സ്. മില്ലേനിയൽസ് അല്ലെങ്കിൽ ജെൻ വൈ എന്നറിയപ്പെടുന്നത് 1981 1996 ഇടയിൽ ജനിച്ചവരാണ്. ജെൻസി അല്ലെങ്കിൽ ജനറേഷൻ ഇസഡ് ജെൻസി എന്നറിയപ്പെടുന്ന അവരാണ് 1997 2012 ഇടയിൽ ജനിച്ചവർ. ജനറേഷൻ ആൽഫ 2013 2024 ഇടയിൽ ജനിച്ചവരാണ് ജനറേഷൻ ആൽഫ. ജനറേഷൻ ബീറ്റ 2025 മുതൽ 2039 വരെ ജനിക്കുന്നവർ അറിയപ്പെടുന്നത് ജനറേഷൻ ബീറ്റ എന്നാണ്. ജെൻ ബീറ്റ എന്നറിയപ്പെടും. അപ്പോൾ ഈ ജെൻസി പ്രക്ഷോഭം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജെൻസി നേപ്പാളിൽ നടക്കുന്നത് 1997 2012 ഇടയിൽ ജനിച്ചവരെയാണ് ജെൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ നേപ്പാളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ നിരീക്ഷണത്തിനെതിരെ നടക്കുന്നത് ജെൻസി പ്രക്ഷോഭമാണ്. 1997 2012 ഇടയിൽ ജനിച്ചവരെയാണ് ജെൻസി എന്നറിയപ്പെടുന്നത്. മില്ലേനിയൽസ് എന്നറിയപ്പെടുന്ന 1981 1996 ഇടയിൽ ജനിച്ചത്. 2025 മുതൽ 2039 വരെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ജനറേഷൻ ബീറ്റ ജെൻ ബീറ്റ എന്നാണ് പറയുന്നത്. 2024 വരെ 2013 2024 വരെ ജനിച്ചവർ ജനറേഷൻ ആൽഫ എന്നും. ഓക്കെ, താങ്ക് യു.